നിങ്ങൾ ചെല്ല്. ഞാൻ അങ്ങോട്ടേക്കൊന്ന് വരാം. ഞാൻ അവിടെ വന്ന് സ്ഥലം നോക്കാം. നിങ്ങൾ ധൈര്യമായിട്ടില്ല കിട്ടും. കഴിക്കണം. അലക്സേ, പാർട്ടിയുടെ കാര്യം ഇപ്പോൾ വലിയ കഷ്ടത്തിലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അലക്സ് തന്നെ മത്സരിക്കണം. അതാവുമ്പോൾ ജോൺ സാറിൻ്റെ ഒരു സെന്റിമെന്റ്സ് കൂടെ നമുക്ക് വോട്ടാക്കി മാറ്റാം. ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാനത് എത്ര നാളായിട്ട് പറയുവാ, ജോലി രാജിവെച്ചിട്ട് പൊളിറ്റിക്സിൽ ഫോക്കസ് ചെയ്യാൻ. ഇന്നത്തെ കാലത്ത് അതല്ലേ നല്ലത്. പക്ഷെ പറഞ്ഞ കേൾക്കണ്ടേ? എൻ്റെ സോഫി, നീ പറയുന്ന പോലെ അല്ല രാഷ്ട്രീയം. അമ്മാതിരി ചരിത്രം കാണിക്കുന്ന കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഈ ഫീൽഡിൽ. അലക്സേ, അതല്ല, ഞാനങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. മൊത്തത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ കഴിക്കും. സമയം ഉച്ചകൊണ്ട് സാറേ. ആ സൈമ, വാടാ കയറി വാടാ. അല്ല, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം സാറേ. വാടാ കഴിക്കടാ. അല്ല, ഞങ്ങൾ കഴിച്ചാ സാറ് വിളിക്കുന്നില്ല. കഴിച്ചെങ്കിൽ അങ്ങോട്ടിരുന്നോ. കഴിക്കാൻ വിളിച്ചിട്ട് 2 പ്ലേറ്റ് പൊറോട്ടയും ബീഫും ഇപ്പം കയറ്റിട്ടല്ലേ ഉള്ളൂ. രാവിലെ അല്ലേ? നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ. നല്ല ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. എന്ത് ഫ്രൈ? ചിക്കൻ ഫ്രൈ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ചൈൽഡ് മിസ്സിംഗ്. ഹിന്ദിയാണോ ഇംഗ്ലീഷാ? ഓ അലക്സേ, ഏതാ പിള്ളേർ? നമ്മുടെ വേണ്ടപ്പെട്ട പിള്ളേരാണോ? നീ നിന്റെ പരീക്ഷ നിഷ്കറി അങ്ങ് വിളമ്പി കൊടുത്തേ. അച്ഛൻ കഴിക്കിട്ട്. പുള്ളിയുടെ അപ്പൻ്റെ ഫോട്ടോയാ. സാറിനെ പോലെ തന്നെ ഉണ്ടല്ലേ? എൻ്റെ അപ്പൻ എന്നെ പോലെ തന്നെ ഇരിക്കുന്നല്ലടാ ബിജു. നല്ലത്. അല്ല, എൻ്റെ അപ്പന് വേറെ ലുക്കാ. അതൊന്നും അന്വേഷിക്കണില്ല. സാറേ, കേക്ക് സാറുണ്ടാക്കിയാണോ? കഴിച്ചു നോക്ക്. വൈനൊന്നുമില്ലേ സാറേ? ഇടിച്ചിരി വൈനിങ് എടുത്തേ. എന്താണ് കാര്യം? ഒരു കേസുമില്ല അങ്ങോട്ട് വരത്തില്ലല്ലോ. സാറേ, നമ്മുടെ മറ്റേ കട്ടൗട്ടിൻ്റെ കാര്യം. ഏത് കട്ടൗട്ട്? വിജയൻ്റെ കട്ടൗട്ട്. ഇതേ സാറേ, ഇത്തവണ ഭീമാവളി നൗഷാദ് വെക്കണേക്കാട്ടി 3 അടി പൊക്കം കൂടുതലുള്ള കട്ടൗട്ട് വയ്ക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ സാറൊന്ന് സഹായിക്കണം. കട്ടൗട്ട് വെക്കുന്നത് ഞാൻ സഹായിക്കാനാണ്. സാറൊരു 15,000 രൂപ എന്നാൽ അതൊരു സഹായമാവല്ലോ. അയ്യോ, 15,000 രൂപയോ? 15,000 രൂപ ഇത്ര വലിയ വിഷയമാണ് സാറേ? ആ വിഷയമാണ്. 500,000 ഒക്കെ ചോദിക്കുന്ന പോലെയാണല്ലോടാ. 500,000 ഞങ്ങൾ വേറെ അടുത്തും പോയത്. സാറിൻ്റെ അടുത്ത് വരുമോ? സത്യം പറഞ്ഞത് സത്യ. എന്ത് സാറേ? നിനക്കൊക്കെ പ്രാന്താന്ന്. സാറേ, എല്ലാവരും നല്ല സാറേ ഇങ്ങനെ പറയരുത്. ഞങ്ങൾ വിജയന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ സാറേ? സാറേ, ഈ കട്ടൗട്ടൊക്കെ വെച്ചൊന്ന് സ്റ്റാർ ആയാൽ ഭൈരവ റിലീസ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഫോട്ടോഷൂട്ട് കിട്ടും. സാറേ, കഷ്ടമുണ്ട്. സാറൊന്ന് സഹായിക്കണം പ്ലീസ് സാറേ. മതിയായിരുന്നു മതി. 15,000 രൂപയുടെ കേസല്ലേ. നീ അതിന്റെ പേര് നിങ്ങളുടെ ജീവിതാഭിലാഷം നടക്കാണ്ടിരിക്കണ്ട. താങ്ക് യു സാർ. സാറോടെ മൊത്തത്തിൽ കഥറല്ല സാറ്. സീരിയസ് അല്ല, മന്ത്രി ഞാൻ പോയണ. അങ്ങനെ ഒരു ആലോചനയുണ്ട്. സൂപ്പർ ആയിരിക്കും. മാസ്. സാറ് നിൽക്കണം. സാറ് നിന്നാൽ ഈ തിരുവനന്തപുരത്ത് വിജയണ്ണനെക്കാട്ടും വലിയ കട്ടൗട്ട് ഞങ്ങൾ സാറിന് വേണ്ടി വെക്കും. മതിരാ മതി. തള്ളിയത് മതി. ഇല്ലല്ലോ, ഓറാക്കണ്ട. അല്ലല്ലോ, 15,000 രൂപയുടെ കേസല്ലേ. തന്നേക്കാം. അതല്ലേ സാറേ വൈൻ. എടിയാ, വൈൻ കൊണ്ടുവരുവോ? ആ പേഴ്സും കൂടി എടുത്തോ. എടുക്കുവാ. ഇത് അർജുന മുതലാളിയുടെ സ്ഥലമാ. പട്ടയം കോപ്പൊന്നും ഇല്ലാതെ ഇത്രയും കാലം നീയൊക്കെ ഇവിടെ ജീവിച്ചു. ഇറങ്ങിക്കൊള്ളണം എല്ലാരും ഒന്ന്. പട്ടയം ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുള്ള ആര്? എങ്ങോട്ട് പോകാനാ? 2 പെൺമക്കളെയും കൂട്ടി ഞങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല. എന്ത് വന്നാലും ഈ മണ്ണ് ഞങ്ങൾ വിട്ടു തരില്ല. നിനക്കൊക്കെ കിടക്കാൻ സ്ഥലമില്ല. പോയി ചാവണം. വണ്ടി കയറ്റി പൊളിക്കണം. ഞങ്ങളുടെ നെഞ്ചത്തൂടെ കയറ്റി പൊളിക്കണം. എല്ലാരും അവിടെ കിടക്കി. സാറേ, ഇവരെ ഒഴിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാറ് പെട്ടെന്ന് ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് പണി കിട്ടും. എന്ത് പണി? ആ JCB എടുത്ത് അവരെ നെഞ്ചത്തോടെ കയറ്റിറങ്ങടാ. ആ പോറും പോക്കൾക്ക് വേണ്ടി ആരോ ചോദിക്കാൻ വരാൻ എനിക്കത് കാണണം. എന്താണ് കളിക്കണേ? വണ്ടി എടുക്കണ വഴിവിടെ ആരുടെ ഇങ്ങനെ ഓണം? ഓട്ടോ ഇടിച്ച് മറിക്കണം. ബിയോബൽ നൗഷാദ്, അത് മതി. അതിന് തന്നെ ഒരു പഞ്ചുള്ളൂ. ഓടിക്കോ. അതിന് വിമാനത്തിന് ഓടിയത്
നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. നമുക്ക് വിജയ് സാറിന് ഒരു ജയ് വിളിച്ചാലോ? വിജയ് സാർ കീ ജയ് വിളിക്കടാ. വിജയ് അണ്ണൻ കീ ജയ്. വിജയ് നിന്റെ ഒരു വിജയ്. ഞാൻ വണ്ടി കയറടാ. നൗഷാദ് എന്ത് സാറേ? നൗഷാദ് എന്ത് ചെയ്യുന്നൊക്കെ ഉള്ള സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. നിന്നെ ഇനി പ്രത്യേകം വിളിക്കണോടാ. നീ ഒരു സ്ഥലം എസ് ചെയ്യാം. വണ്ടി കയറടാ. പിടിച്ച് കയറടാ എല്ലാവരും. വലിച്ചു കയറുന്നു. സാറേ ടിക്കറ്റ് പിള്ളേർക്ക് കൊടുക്കട്ടെ. നീ ഒരു പുല്ലും കൊടുക്കണ്ട. കൂളിംഗ് ഗ്ലാസ് കൊടുക്കടാ. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് രാത്രി. തള്ളാ സാറേ. ഫാൻസുകാര് പിള്ളേരാ, ആകെ നാണക്കേടായി ഇല്ലേ മുതലാളി? ഇവിടെ വേദന മാറിക്കണോ? ഹോ, പിന്നെ വേദന കാണാതിരിക്കോ ഡോക്ടറെ? അതിന് ഇടിയല്ലേ അമ്മ ഇടിച്ചത്. നെഞ്ചൊക്കെ ഇടിച്ച് കലക്കി കാണും, അതെനിക്ക് ഉറപ്പാ. മിണ്ടായിരിക്കില്ല. ഞാൻ മിണ്ടുന്നില്ലേ? അവന്മാരിപ്പോ എവിടെ ഉണ്ടാവും? എനിക്ക് പിടിക്കണം. ഇപ്പൊ ഇടിക്കാൻ പറ്റിയ സമയം അല്ലേ? തൽക്കാലം ഇതിന്റെ പേരൊരു കലിപ്പ് വേണ്ട. വേണ്ടാത്ത പുലിപാല പിടിക്കാൻ സമയമില്ല. ഇപ്പൊ വിട്ടടാ. അപ്പൊ പിന്നെ പിടിക്കാന്ന്. പിന്നെ പിടിച്ചാ മതി. പിടിക്കണമല്ലോ. സാറേ, സാർ എന്തിനാ സാറേ സൈമണെ അടിച്ചത്? നൗഷാദിനെ ഇടിച്ചു സാറേ. എടോ, യുവമാരെ അർജുനൻ മുതലാളിയുടെ അനിയനെ എടുത്തിട്ട് ഇടിച്ചു. അവയിപ്പോ പണ്ടങ്ങല്ലെങ്കിൽ ആശുപത്രിയില്ല. നമ്മൾ രണ്ട് പൊട്ടിച്ചില്ലെങ്കിലേ അവന്മാർ ഇവനെ കൊന്നുകളയും. അവന്മാരെ കൊല്ലാനെങ്കിൽ വരട്ടെ, അപ്പൊ അറിയാം ഫാൻസിന്റെ പവർ. ഡാ മിണ്ടാരടാ, ചലക്കണ. ഇവളുടെ ചോദിച്ചു എന്തിനാണ് ഇവിടെ കൊണ്ട് പൈപ്പിനകത്ത് സത്യം പറഞ്ഞാ പറയുന്നില്ലേ സാർ? ഇപ്പൊ എന്റെ ഇത് കുനിഞ്ഞേക്കടാ. ശരി സാറേ. എന്തുവാണ് സൈമണ? അപ്പൊ സെന്റിമെന്റ്സ് ഉണ്ടോ? ഞങ്ങൾ ഫാൻസുകാർക്ക് താല്പര്യമില്ല. എന്നാ പിന്നെ നീ 2 ദിവസം കൂടെ കിടന്നു. സാറേ, ഇവനെ ഒന്ന് വിടണ്ട. അല്ലേലും വിടുന്നില്ല. ഓക്കെ ഓക്കെ. നീ എന്തിനാ തള്ളേ കയറി പിടിച്ചത്? ഞാനൊന്നും ചെയ്തില്ല. അവർ ചുമ്മാ കള്ളം പറയാ. സാർ സത്യം പറടാ. നീ പിടിച്ചില്ലേ? ചുമ്മാ പറയാ. പോലീസുകാരന്റെ കൈ തട്ടി മരിച്ചോളാം. ഞാനൊന്നും കയറി പിടിച്ചില്ല സാർ. ചുമ്മാ പോ. സാറേ, ഒരു തള്ളേ കയറി പിടിച്ചിരിക്കണം. ഞാനൊന്നും പിടിച്ചില്ല സാർ. അയാൾ ചുമ്മാ പറയാ. സാർ ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. പഴുപ്പ് തീർക്കും പ്രായം നോക്കണം. ഞാനങ്ങോട്ട് വരുന്നുണ്ട്. നടക്കടാ അങ്ങോട്ട്. നടക്കടാ. സത്യ, സാർ. എന്താണ് കണ്ടോണ്ടിരിക്കുന്നു? അതെ സാർ. ഇല്ല സാർ. പിന്നെ എന്താണോ? പിന്നെ ഒന്നുമില്ല സാർ. എന്തിനാണ് അവന്മാരെ ഇവിടെ പിടിച്ചു നിർത്തിയാണ്? അത് പിന്നെ സാർ അർജുനൻ മുതലാളിയുടെ. അർജുന മുതലാളി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് സാർ. ഇടിയുണ്ടാവും ആശുപത്രിയിലാണ്. മറ്റോ പുണ്യാളൊന്നും അല്ലല്ലോ അവിടെ കിടക്കുന്നവൻ. ഫുൾ ടൈം പെണ്ണും കഞ്ചാവും. അതവന്റെ ആവശ്യം. ഒന്നുമില്ല സാർ. അങ്ങോട്ട് 2 കൊടുത്തു നന്നായി. നിങ്ങൾ പോകോ. എന്നാ പിന്നെ നൗഷാദും പോയിക്കോട്ടെ സാർ. നീയും പോ. സാറേ, നൗഷാദ് അടുത്ത വല്ലപ്പോഴും അല്ലോടോ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. ഇങ്ങനെ വെറുപ്പിക്കരുത്. താൻ മുടിഞ്ഞു പോ. തനിക്ക് മുട്ട ഞാൻ വച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അയാളുടെ പേരിന്റെ തുടക്കം ACPKF. ഇതിലേതെങ്കിലുമാണോ തുടങ്ങുന്നേ? അലക്സ് ജെ. നിങ്ങൾ എന്തിനാ പേര് പറഞ്ഞേ? അത് കണ്ടുപിടിക്കുമ്പോഴല്ലേ എനിക്കൊരു ത്രില്ലുള്ളൂ. സോറി. അപ്പൊ ക്രിസ്ത്യാനിയാണോ? അതെ. ക്രിസ്ത്യാനിയാണെങ്കിൽ ഇവിടുന്നൊരു ബക്കറ്റും ഗ്ലാസും തന്നിടാം. ബക്കറ്റും ഗ്ലാസും? ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം ശേഖരിക്കാൻ പറ്റുമോ? അതിൽ നിന്നും രാത്രിയും പകലും അവൻ വെള്ളം കുടിച്ചാ മനസ്സ് മാറും. മനസ്സൊന്നും മാറ്റണ്ട, ചോര ഒപ്പിക്കാൻ പറ്റുമോ? ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ആ വെട്ടുകാട് പള്ളിയിൽ പോയി 3 ആഴ്ച മെഴുകുതിരി കത്തിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. നമുക്ക് പോകുന്ന വഴിക്ക് മെഴുകുതിരിയും കത്തിക്കാം. സാർ, നമസ്കാരം സാർ. നമസ്കാരം. സൈമ, ഇങ്ങോട്ട് വരാൻ. ഞങ്ങൾ അങ്ങോട്ട് സാറെന്താ ഇവിടെ? ഞാൻ ജോത്സ്യനെ ഒന്ന് കാണാമെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യം. താനെന്താ ഇവിടെ? ഇവന്റെ സമയമൊന്നും നോക്കാൻ വേണ്ടി വന്നാ. ഇവന്റെ സമയം ഇവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാലോ. അല്ലേ പിന്നെ നടൻ വിജയ് എടുത്ത് ചോദിക്കണം അല്ലേ? പിന്നെ നമ്മൾ ഇവിടെ വെച്ച് കണ്ട CA സാറിനോട് പറയണ്ട. ഡേ എന്തുകൊണ്ട് സുഖം തന്നെ?
എളുപ്പം എന്തേലും ഒരു ജോലി കിട്ടണം, ഒരു കല്യാണം നടക്കണം. എന്നാലേ യവൻ ഇത്തിരി ഉത്തരവാദിത്വം ഉണ്ടാവും. എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. സ്വാമി ഒന്ന് നോക്കണം. എത്ര സ്വാമി വല്ല കണ്ട ആ വലത് കൈ ഒരു മുട്ടയിലേക്ക് വെക്കൂ. ഏത് മുട്ടയിലേക്ക്? ഏതെങ്കിലും ആ കറുത്ത മുട്ടയിലേക്ക്. അധികമർത്തണ്ട, അത് പൊട്ടിപ്പോ. എടാ ഇതൊക്കെ ഒറിജിനലാണോ? ഏയ് ഫോട്ടോഷോപ്പ് സാറേ, കണ്ടറിഞ്ഞൂടെ? ഫോട്ടോഷോപ്പ് ഒന്നല്ല, ഒറിജിനൽ അത്. ഈ ജോൽസിന് പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? പത്മശ്രീ സ്വാമിയുടെ ഭാര്യയുടെ പേര് സാറേ. മതി മതി, കൈയെടുത്തു. കഴിഞ്ഞ മേടം വരെ വളരെ നല്ല സമയമായിരുന്നു നിങ്ങൾക്ക്. ഇനി അങ്ങോട്ട് വളരെ മോശം സമയമാണ്. കഴിഞ്ഞ മേടം വരെ നല്ല സമയമായിരുന്നു. നമ്മൾ ജീവനോടെ ഇരിക്കുന്ന സമയമാണ് നല്ല സമയം. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടാൻ പോവുകയാണ്. ഒരു ഇലക്ട്രോണിക് ഉപകരണവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ഫോണല്ല, അതവസാനിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നന്നാവും, ഇല്ലെങ്കിൽ കാണുന്നത് ജീവഹാനിയാണ്, മരണം. ആ ആരുടെ മസീറ തയ്യാറാക്കിയത്? ആ ശരി, ഞാൻ വിളിക്കാം. എന്താടാ സംഭവം? ശരിയാ, തൊണ്ടികൊല്ല കൂട്ടത്തിലായി പൊടും പോയിട്ടുണ്ട്. ഒരുത്തനെ ജീവനോടെ കത്തിച്ച് ആരും ഒന്നും അറിയാതിരിക്കാനാ ആ സാമാനം കത്തിപ്പോയെന്നല്ലേ നീയൊക്കെ പറഞ്ഞത്? അങ്ങനെ തന്നെ കരുതിയത്. അതിനകത്തുള്ള എന്തെങ്കിലും പുറത്തു പോയാ എന്റെ താനിക്കോണം നീയൊക്കെ കാണുവേ. അതിന്റെ കസ്റ്റോഡിയൻ യേശുദാസാ. ഏതാ ശാസ്? തമ്പാനൂർ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ. ഇയാൾക്ക് എന്താ കാര്യം? ഇപ്പോൾ അയാളുടെ കയ്യിലുണ്ട്. കോണത്തിലെ പണിയായി പോലും. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ, ഒരു താമര മോള് വലുതായി, മുട്ടായിരുന്നു നീ. ഒന്ന് പെട്ടെന്നാവട്ടെ. മോള് വലുതാണെന്താ, നമുക്ക് പാടിക്കൂടെ? ആരാ? പള്ളിപ്പെരുവാ? സാറിന്റെ കയ്യിരിക്കണ ഐപ്പോഡില്ലേ, അതിങ്ങ് തന്നേരി. ഐപ്പോഡ്? അതെന്തോ? പൊട്ടം കളിക്കണ്ട. അന്നൊരുത്തൻ ചത്തപ്പ ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയ ഐപ്പോഡില്ലേ, അതിങ്ങ് തന്നേരി. ഞാനൊരു പോലീസുകാരനാ. എന്റെ വീട്ടിൽ കയറി നീ എന്നെ ഇടോന്ന് വിളിക്കുന്നോ? എന്താ പ്രശ്നം? ഒന്നും മാറിക്കിടപ്പഞ്ഞ വീട്ടിൽ കയറിയ കളിമാറുവേ. ഐപ്പോഡും കൊണ്ട് ഞാനിവിടുന്ന് പോകത്തുള്ളൂ.